വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 11 വേഴ്സ് 32. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. സ്തോത്രം, കർത്താവിന് മഹത്വം. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു എന്നാണ് നമ്മൾ വായിച്ചു കേട്ട വചനം പറയുന്നത്. സ്തോത്രം. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ്, ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. ഏകദേശം 10-11 ആഴ്ചകളിൽ കൂടുതലായി നമ്മൾ ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ ചോദിക്കട്ടെ, ആദ്യം പഠിപ്പിച്ച 1-2 അധ്യായങ്ങളൊക്കെ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? സ്തോത്രം. എന്തൊക്കെയാണ് അതിനകത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല എന്ന് എനിക്കറിയാം. സ്തോത്രം. കുറച്ചൊക്കെ എവിടെയോ ഓർമ്മയുണ്ട് പാസ്റ്ററെ, പൂർണ്ണമായിട്ടൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം നമ്മുടെ പ്രകൃതം അങ്ങനെയാണ്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കർത്താവ് തന്നെ ഒരു ഉപമ പറഞ്ഞു. വിതയ്ക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? പുറപ്പെട്ടു. സ്തോത്രം. എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ വിത്ത് വിതയ്ക്കുകയാണ്. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, അതിനെ എന്ത് ചെയ്തു? പറവകൾ വന്ന് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറ സ്ഥലത്ത് വീണു. അത് ഏറെ മണ്ണില്ലാത്തടുത്ത് വീണത് കൊണ്ട്, മണ്ണിന് താഴ്ചയില്ലാത്തതുകൊണ്ട് ക്ഷണത്തിൽ മുളച്ചു വന്നു. പക്ഷെ എന്ത് ചെയ്തു? സൂര്യ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായി കൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ള് മുളച്ച് വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. വീണിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു. 30, 60, 100 മേനി അതെന്ത് ചെയ്തു? വിളഞ്ഞു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ ഉപമയാണ്. സ്തോത്രം. പറഞ്ഞിട്ട് യേശു ആ ഉപമയെ വിവരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഈ വചനം ഇങ്ങനെ വായിക്കുമായിരുന്നേ. വായിച്ചു വന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. എത്ര സത്യമായിട്ടാ കർത്താവ് ആ കാര്യങ്ങളെ വീക്ഷിച്ച് കർത്താവ് അത് പറഞ്ഞേക്കുന്ന എനിക്കെന്ന് തോന്നി. നമുക്കൊന്ന് വായിക്കാമോ ആ വചനം? ഒന്നെടുത്ത് മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 11. അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി. 13-ാമത്തെ വാക്യം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, പിന്നെ യേശു പറഞ്ഞു, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ? ഈ ഉപമ മനസ്സിലായില്ലയോ? പിന്നെ മറ്റു ഉപമകളൊക്കെയും എങ്ങനെ ഗ്രഹിക്കും? ഇത് മനസ്സിലായില്ലേ, പിന്നെ ബാക്കിയുള്ളതൊക്കെ നീക്ക് എങ്ങനെ മനസ്സിലാക്കും? അടുത്ത 14-ാമത്തെ വാക്യം. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു, വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ടയുടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. ഇത് ശ്രദ്ധിച്ചോണേ. ഇതിന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ ഇതിനകത്ത് കാണാൻ പറ്റും. നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെന്ന് നമ്മളെ തന്നെ ഇതിനകത്ത് കാണാൻ പറ്റും. സ്തോത്രം. അപ്പോൾ ഈ ഉപമ കർത്താവ് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് കർത്താവ് പറയുകയാണ്. 15-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത്. വഴിയരികെ വീണ. അപ്പൊ കർത്താവ് പറഞ്ഞ ഒന്നാമത്തത് വഴിയരികെ വീണത്. അത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. എടുത്തു കളഞ്ഞു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സുവിശേഷ യോഗത്തിനെ എങ്ങനെയൊക്കെയോ ആരൊക്കെയോ തല്ലി പഠിപ്പിച്ച് കൊണ്ടുവന്നു. ഒരു മീറ്റിങ്ങിന് വന്ന് ഇരുന്നു. മീറ്റിംഗ് കഴിഞ്ഞു പുള്ളി ഇറങ്ങിപ്പോയി. പുള്ളി ഇരുന്നപ്പോഴും പുള്ളിക്കൊന്നും തോന്നിയില്ല. വചനം കേട്ടപ്പോൾ മിണ്ടാതെ ഇരുന്ന് കഥ കേൾക്കുന്ന പോലെ എന്ത് ചെയ്തു? കേട്ടു. അതിനിടയിൽ തന്നെ പിശാച് വന്ന്, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അമേരിക്കയിൽ പോകുന്നവരുണ്ട് ചിലര് ഈ കുന്നത്തുകാല്, കാരക്കോണം ഈ ഏരിയയിൽ കൂടെ കിടന്ന് കറങ്ങും. ചിലര് കോഴിക്കോട്ടിന്റെ അവിടെ കിടന്ന് കറങ്ങും. ഇതൊക്കെയാണ് പിശാചിന്റെ ഈ പരിപാടി. അവരെ കുറിച്ചാണ് പറയുന്നത്. അവരിവിടെ വന്നിരുന്നിട്ട് ഒരു കാര്യവുമില്ല. വരുന്നത് പോലെ എന്ത് ചെയ്യുന്നു? എഴുന്നേറ്റ് പോകുന്നു. ഒരു വചനവും അകത്ത് എന്ത് ചെയ്തില്ല? കേറത്തില്ല. സ്തോത്രം. അങ്ങനെയുള്ള ആളുകളുണ്ട്. അടുത്ത 2-ാമത്തെ ഐറ്റം ആളുകൾ. അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത്. അടുത്ത് പാറസ്ഥലത്ത് വിതച്ചത്. അത് വചനം കേട്ടയുടനെ സന്തോഷത്തോടെ എന്ത് ചെയ്തു? കൈക്കൊള്ളുന്നവർ. അടുത്ത 17-ാമത്തെ വാക്യം. എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരാകുന്നു. വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. കണ്ടോ? യേശു എന്ത് കൃത്യമായിട്ടാ പറഞ്ഞേക്കുന്നേ അല്ലേ? ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. വചനം കേൾക്കുമ്പോൾ കറക്റ്റ് കാര്യമാണ് പറഞ്ഞേ. സ്വതന്ത്രം എന്നോടാ സംസാരിച്ചേ.
വചനമെല്ലാം കറക്റ്റാ, കൃത്യമാ. സ്തോത്രം. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടല്ലേ മക്കളെ, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ ഇങ്ങനെ അവര് ക്ഷണത്തിൽ ഏറ്റെടുക്കും. വചനമെല്ലാം എന്ത് ചെയ്യും? ഏറ്റെടുക്കും. കർത്താവ് പറയുന്നതെല്ലാം ശരിയാണ്, പറഞ്ഞതെല്ലാം ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാം ഏറ്റെടുക്കും. പക്ഷേ അവരുടെ ഉള്ളിനകത്ത് വേരെന്ത് ചെയ്യൂല? പിടിക്കൂല. ഉള്ളിനകത്ത് വേര് പിടിക്കൂല. അവർക്ക് ചെറിയൊരു കഷ്ടത, ഒരു പനി വന്നാൽ തന്നെ അവരുടെ വിശ്വാസം പോവും. ആ പനിയുടെ കൂടെ അങ്ങ് പോവും. തോന്നണം. ചെറിയൊരു കഷ്ടത വരുമ്പോ എങ്കിലും ഞാൻ പള്ളിയിൽ വന്നിട്ടും എനിക്ക് എന്ത് ചെയ്തു? പനി വന്നു. എങ്കിലും ഞാൻ പള്ളിയിൽ വന്നിട്ടും ഈ കഷ്ടത വന്നു. സ്വതം. അങ്ങനെ പറഞ്ഞവർ ക്ഷണത്തിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? അവരുടെ വിശ്വാസം ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ചില ആളുകളുണ്ട്. സ്തോത്രം. കർത്താവിന് മഹത്വം. അങ്ങനെയുള്ളവരും നമ്മുടെ ഇടയിൽ ഈ കാലഘട്ടത്തിലും ഉണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെയൊക്കെ വിശ്വാസത്തിൽ ഉറപ്പിക്കട്ടെ. സ്തോത്രം. അടുത്ത ആളുകൾ ആരാ? മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട 18-ാമത്തെ വാക്യം. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ? അടുത്ത മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത് വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കിടന്നിട്ട് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാണ്. സ്തോത്രം. ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം നമ്മുടെ ഇടയിൽ വളരെ കൂടുതലാണ്. സ്തോത്രം. നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കപ്പെട്ട വചനം എന്നാണ് കർത്താവ് ഇതിനെ പറഞ്ഞേക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മോഹങ്ങൾക്കകത്ത് അകപ്പെട്ടു പോകുന്നതാണ്. എന്തോ കിട്ടണം, ഉടനെ വിടുതൽ എന്ത് ചെയ്യണം? കിട്ടണം. സ്തോത്രം. എൻ്റെ അതിരുകൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? വിശാലതയിലേക്ക് വരണം. ഞാനൊരു കോടീശ്വരനാകുന്നത് കണ്ടിട്ട് എൻ്റെ ദേശവാസികളെല്ലാം പറയണം, കണ്ടോ അവൻ ആരാധിക്കുന്ന ദൈവം നല്ല ദൈവമാണ്, കണ്ടോ അവന് കർത്താവ് എന്നെ ചെല്ലി പ്രാർത്ഥിക്കുന്ന തന്നെ അങ്ങനെയാണ്. കർത്താവ് എന്നെ ഈ ദേശത്തൊരു അടയാളമാക്കി എന്ത് ചെയ്യണം? മാറ്റണമെന്നാണ്. എല്ലാ പ്രാർത്ഥനകളും ഇങ്ങനെയൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അത് നമ്മളൊരു ഇന്ന് ഈ അധ്യായങ്ങൾ പഠിച്ചു വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ട് നമുക്ക് ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ എന്താണെന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? പക്ഷപാതം ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിന്ന് പോകുന്നത്. അല്ലാതെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കൂടെ ദൈവം കേട്ടിരുന്നെങ്കിൽ, കർത്താവേ സ്തോത്രം, ദൈവത്തിന് മകത്ത് എത്ര പ്രാവശ്യം കർത്താവ് എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേട്ടിരുന്നെങ്കിലോ എത്ര പേര് ഇവിടെ ഇരിക്കുമായിരുന്നു? ഹല്ലേലൂയ. അപ്പൊ എല്ലാ പ്രാർത്ഥനയും ദൈവം എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. അപ്പൊ ചിലർക്ക് ഈ മുള്ളിനിടയിൽ വീണ വിത്തിന്റെ അത് വളർന്നു വരും, പക്ഷേ ലോകമോഹങ്ങൾക്കകത്ത് എന്ത് ചെയ്യുന്നു? അടിമപ്പെട്ടു പോകുന്നു. എനിക്ക് പോരാ, കുറച്ചുകൂടെ എന്ത് ചെയ്യണം? വേണം. ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ആയിട്ടില്ല. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ മഹത്വം. മോഹങ്ങള് കൂടിയിട്ട് ഉണ്ടാകുന്ന സംഭവമാണ്. സ്തോത്രം. അകത്തുനിന്ന് വചനത്തെ എന്ത് ചെയ്യുന്നു? നല്ല വചനം കേട്ടോണ്ടിരിക്കുന്നതാണ്, എന്നാലും ദുരുപദേശം പറയുന്നതിന്റെ പിന്നാലെ എന്ത് ചെയ്യും? പോവും. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം. സ്തോത്രം. എല്ലാവരുടെയും പുറകെ പോകരുത്, എല്ലായിടത്തും കൊണ്ടുപോയി തല വെച്ചു കൊടുക്കുകയും ചെയ്യരുത്. ദൈവത്തിന്റെ മഹത്വം. എല്ലാം ശോധന ചെയ്ത് നല്ലതെടുക്കുക, തീയതിനെ കളയുക. അതുകൊണ്ട് ദുരുപദേശങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അതിനെ വചനത്താൽ നമ്മൾ വേർതിരിച്ച് സത്യവചനത്തോട് ചേർന്ന് നിൽക്കണം. സ്തോത്രം. വചനം വായിച്ച് അതിലുള്ള സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് സത്യത്തിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. സ്തോത്രം. പാരമ്പര്യം പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, യഥാർത്ഥ പാരമ്പര്യം എന്ന് പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് കിടക്കുന്ന സ്ലീഹന്മാരുടെ പാരമ്പര്യമാണ് യഥാർത്ഥ പാരമ്പര്യം. സ്തോത്രം. ഹല്ലേലൂയ. ഏതെങ്കിലും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് യേശുക്രിസ്തുവിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് ആരാധിച്ചതിന് തെളിവുണ്ടോ ബൈബിളിനകത്ത്? ഇല്ല. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അമ്മയും കൂടെ മർക്കോസിന്റെ മാളിക മുറിക്കകത്തിരുന്ന് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ആരാധിച്ചെന്ന വചനത്തിനകത്ത് കിടക്കുന്നത്. അതാണ് യഥാർത്ഥ ബൈബിളിന്റെ പാരമ്പര്യം. സ്തോത്രം. വിശ്വസിച്ചവനെ സ്നാനപ്പെടുത്തി. എങ്ങനെ? തളിപ്പ് സ്നാനമല്ല, മാമോദീസയല്ല. വിശ്വസിച്ചവനെ ജലത്തിൽ പബ്ലിക്കായിട്ട് നിർത്തി അവനെ മുഴുകൽ സ്നാനപ്പെടുത്തി അവനെ കരക്ക് കയറ്റി. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്താലുള്ള നീതീകരണം. ഇതൊക്കെയാണ് ആമേൻ അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. അവര് പഠിപ്പിച്ചു വന്നത് അങ്ങനെയായിരുന്നു. സ്തോത്രം. അതാണ് യഥാർത്ഥ പാരമ്പര്യം. അപ്പൊ പിന്നെ ഇവര് പറയുന്ന പാരമ്പര്യം ഏതാ ഭാഷ? ഇതാണോ ഇവര് പറയുന്ന പാരമ്പര്യം?
അല്ല, വചനത്തിന്റെ പാരമ്പര്യത്തിനകത്ത് നിൽക്കണമെങ്കിൽ ഈ ശിഷ്യന്മാര് പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കണ്ടേ? ഞാൻ പറയട്ടെ, യഥാർത്ഥ പാരമ്പര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പള്ളിക്കാർ പറയുന്ന പാരമ്പര്യമല്ല. യഥാർത്ഥ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ വചനമാണ്, വേദപുസ്തകമാണ് ഏറ്റവും വലിയ പാരമ്പര്യം. നിങ്ങൾ എത്ര വലിയ പള്ളിക്കകത്ത് പോകുന്നവരാണെങ്കിലും, എത്ര വലിയ കുടുംബത്തിനകത്ത് ജനിക്കുന്നവരാണെങ്കിലും, വചനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയാൽ, നിങ്ങളുടെ ഉപദേശം വചനത്തിൽ നിന്ന് പുറത്താണെങ്കിൽ, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ നിന്നും പുറത്തായി പോകും. ഒത്തിരി കാര്യങ്ങൾ അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുണ്ടെങ്കിലും ആ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരുക. സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 11 അധ്യായങ്ങൾ പഠിച്ചു, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പരിശുദ്ധാത്മാവ് നമ്മെ 11 അധ്യായത്തിനകത്തുകൂടെ നടത്തി. ഒന്നും കളഞ്ഞിട്ട് പോകരുത്, ഇടയ്ക്കിടയ്ക്ക് ഈ വചനങ്ങളൊക്കെ എടുത്ത് വായിക്കണം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഭവനത്തിനകത്തിരിക്കുമ്പോൾ അധ്യായങ്ങൾ 1, 2, 3, 4 എന്ന ക്രമത്തിൽ നിങ്ങൾ വീണ്ടും അതിനെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ സത്യത്തിലൂടെ വഴി നടത്തും. നമ്മുടെ കർമ്മപ്രവൃത്തികൾ ഒന്നും കൊണ്ടല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടത്. ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു കഴിച്ച പരമയാഗത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ എല്ലാവരും രക്ഷപ്പെടുവാനിടയായി തീർന്നത്. അത് ദൈവത്തിന്റെ മഹാകൃപയാണ്. സ്തോത്രം. കർത്താവിന്റെ മഹത്വം. എത്ര മഹാകൃപയാണ് കർത്താവ് നമ്മുടെ മേൽ പകർന്നത്. എത്ര വലിയ പദവിയിലേക്കാണ് കർത്താവ് നമ്മെ കൊണ്ടുവന്നേക്കുന്നതെന്നറിയാമോ? സ്തോത്രം. ഒന്നും പേ ചെയ്യാതെ, ഒന്നിനും പൈസ കൊടുക്കാതെ എത്ര വലിയ രക്ഷയെ കർത്താവ് സൗജന്യമായി നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് നമ്മുടെ പേര് എഴുതി വെച്ച് കർത്താവ് നമ്മുടെ മേൽ നൽകി തന്നു. സ്തോത്രം. അവന്റെ വലിയ തിരഞ്ഞെടുപ്പിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിനകത്ത് വരാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമാണ്. ആമേൻ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ. തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞ്. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിക്കപ്പെടുവാൻ നമ്മുടെ യാതൊരു പ്രവൃത്തികളും കർത്താവ് അവിടെ സ്വീകരിച്ചില്ല. സ്തോത്രം. കർത്താവിന്റെ പദ്ധതിയായിരുന്നു നമ്മെ രക്ഷിക്കുക എന്നുള്ളത്. കർത്താവിന്റെ മഹത്വം. ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ വീണുപോയ ഒരു തലമുറയെ നമുക്ക് അവിടെ കാണാൻ പറ്റും. വീണുപോയ ഒരു തലമുറ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15 മുതൽ 21 വരെ വായിക്കുമ്പോൾ കർത്താവ് മനുഷ്യനെ ഇറക്കി വിട്ടപ്പോൾ ദൈവം ചില വാഗ്ദത്തങ്ങളെ അവർക്ക് നൽകി കൊടുത്തു. അതിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ, കരുണ. സ്തോത്രം. ഒന്ന് വായിച്ചേ, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. അവൻ നിന്റെ തല തകർക്കും. നീ അവന്റെ കുതികാൽ തകർക്കും. സ്തോത്രം. വെറുതെ വായിച്ചു പോകുമ്പോൾ അതൊരു വചനമായിട്ടേ തോന്നത്തുള്ളൂ. പക്ഷെ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു ആത്മീക മർമ്മമുണ്ട്. ദൈവം ഒന്നും വെറുതെ പറയത്തില്ല. അവന്റെ വചനം വെറുതെ ഒരിടത്തും ഇറങ്ങി ചെല്ലത്തില്ല. ഇതാ കർത്താവ് അവിടെ ആ വാക്ക് പറയുമ്പോൾ തന്നെ കർത്താവിന്റെ രക്ഷണ്യ പദ്ധതി എന്തായിരുന്നു എന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ദൈവം പറയുന്നു, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ, പിശാചേ, നിന്റെ ഇന്നത്തെ തന്ത്രത്തിൽ എന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് വീണു പോയെങ്കിൽ നിന്റെ തന്ത്രത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു തലമുറ അവളുടെ അകത്ത് നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ഹല്ലേലൂയ.
കർത്താവിന് മഹത്വം. ഒരു സന്തതിയെ കർത്താവ് പുറത്തു കൊണ്ടുവരും. സ്തോത്രം. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടെന്നറിയാമോ? യേശു ക്രിസ്തുവിലേക്കാണ് ആ വിരൽ ചൂണ്ടുന്നത് വാഗ്ദത്തം. സ്തോത്രം. ഞാൻ സ്ത്രീയുടെ സന്തതിക്കും നിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തല എന്ത് ചെയ്യും? ഒരു ദിവസം തകർക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആദ്യത്തെ ആദാമായ ആദാമിനെയും ആദ്യത്തെ ഹവ്വയായ ഹവ്വയെ നീ പുറത്താക്കിയെങ്കിൽ ഒടുക്കത്തെ ആദാമായ ഒരുവൻ ഇതാ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാനുണ്ട്. അവൻ നിന്റെ തലയെ തകർത്തിരിക്കും. സ്തോത്രം. അത് ദൈവം മനുഷ്യർക്ക് കൊടുത്ത ആദ്യത്തെ വാഗ്ദത്തമാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. എന്ന് പറഞ്ഞാൽ മക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചില രക്ഷണീയ പദ്ധതികളെ ഒരുക്കി വെച്ച് നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളതാണ്. സ്തോത്രം. അവിടുന്ന് താഴോട്ട് വായിക്കുമ്പോൾ തോട്ടം കാത്തുകൊണ്ടിരുന്ന ആദാമിന് വിയർപ്പിന്റെ അസുഖമില്ലായിരുന്നു. സ്തോത്രം. അവന് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണ്ട? വിയർക്കണ്ട. അവിടെ തന്നെ വിയർക്കാതെ എന്ത് ചെയ്യുക? അവനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ, എല്ലാ സെറ്റപ്പും. വേർക്കാതെ എന്ത് ചെയ്താൽ മതി? അധ്വാനിച്ചാൽ മതി. ദൈവം വെച്ചിരിക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ വിയർത്ത് എന്ത് ചെയ്യണം? ആഹാരം കഴിക്കണമെന്നല്ലേ? വിയർത്തിട്ട് ആഹാരം കഴിക്കണം. ഇന്ന് ടെക്നോളജികളൊക്കെ ഒത്തിരി വളർന്നതുകൊണ്ട് നമ്മൾ വിയർക്കാതെ എങ്ങനെ ആഹാരം കഴിക്കാമെന്നുള്ളതാണ് നമ്മുടെ മക്കളെയും പഠിപ്പിക്കുന്നത്. മക്കളെ, അപ്പുറത്തെ ചേട്ടനെ കണ്ട നീ നേരെ പഠിച്ചില്ലെങ്കിൽ അങ്ങേര് വേർക്കുന്നത് പോലെ നീയും എന്ത് ചെയ്യേണ്ടി വരും? വേർക്കേണ്ടി വരും. അതുകൊണ്ട് AC റൂമിനകത്തിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി വേണമെങ്കിൽ ഇപ്പോഴെന്ത് ചെയ്തോണം? പഠിച്ചോണം. ദൈവം വെച്ച നിയമം എന്തുവായിരുന്നു? വിയർപ്പോടുകൂടെ ഉപജീവനം കഴിക്കും. അതുകൊണ്ട് ഇപ്പൊ വേർപ്പില്ലാത്തത് കൊണ്ട് ചില അഡീഷണൽ ഗിഫ്റ്റ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ, പിന്നെ അറ്റാക്ക്, അല്ലേ? വേർപ്പില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ വേർപ്പില്ലാത്തത് കൊണ്ട് ഡോക്ടർമാര് പ്രത്യേകം നിർദ്ദേശിക്കുകയാണ്, രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂർ നല്ല കൈവീശി എന്ത് ചെയ്യണം? നടക്കണം. കർത്താവ് പറഞ്ഞത് എന്നാ? നീ വിയർത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ആഹാരം കഴിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. സ്ത്രീയോട് പറഞ്ഞു, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രസവത്തിന്റെ വേദന ഇനിയിപ്പോ ഞാൻ എത്ര വർണ്ണിച്ചാലും നിങ്ങൾ പറയും, പാസ്റ്റർക്ക് എന്നെ അറിയാം, ഞങ്ങളല്ലേ അനുഭവിച്ചിട്ടിരിക്കുന്നേ, അല്ലേ? ഇന്ന് പ്രസവമൊക്കെ ലൈവായിട്ടെടുത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ഒരു കാലമാണല്ലേ. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു സിനിമാ നടന്റെ മകള് ഈ പ്രസവിച്ച സമയത്ത് എന്ത് ചെയ്തു? അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഞാനും ഇങ്ങനെ കണ്ടു. ഇത് കണ്ടിട്ട് വേറൊരു പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് ഇവനെയും കൂടെ അകത്ത് കയറ്റി. ഞാൻ നോക്കിയപ്പോൾ ഒരു ബെഡിൽ അവള്, അടുത്ത ബെഡിൽ അവൻ. ഇത് കണ്ട് തലകറങ്ങി ബോധം പോയി ഇതാ കിടക്കുന്ന ആള്. അപ്പൊ ദൈവം വെച്ചതാണ് വേദനയോടെ മക്കളെ പ്രസവിക്കണം. കർത്താവിന്റെ മഹത്വം. സ്തോത്രം. ആമേൻ. ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ പറയുന്നത് ശരീരത്തിലെ 72 അസ്ഥികൾ ഒടിയുന്ന വേദന എന്നാണ് ഈ ശാസ്ത്രം പറയുന്നത്. സ്തോത്രം. അത്രയും വേദന സഹിച്ചാണ് പ്രസവിക്കുന്നത്. എന്നിട്ടും ഇന്നും മിടുക്കികളായ വേറെ ചില എണ്ണം ഉണ്ട്. അമ്മ തൊട്ടിലിനകത്ത് കൊണ്ട് കളയുന്നവരുണ്ട്. പിന്നെ ബാത്റൂമിൽ കയറി ബക്കറ്റിനകത്ത് പ്രസവിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആധുനിക തലമുറ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവ്, ഇവർക്ക് ഈ വേദനയൊന്നും ഇല്ലായിരുന്നു. യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് എങ്ങനെയാണ് സ്വന്തമായിട്ട് പ്രസവം എടുക്കുന്നത്? യൂട്യൂബ് നോക്കിയപ്പോൾ പിള്ളേർ എന്ത് ചെയ്യണയാണ്? സെർച്ച് ചെയ്യുന്നതാണ്. യൂട്യൂബ് നോക്കി എങ്ങനെ വീടിനകത്ത് സ്വന്തമായിട്ട് പ്രസവം എടുക്കുക. ഇവിടെ ഈ 1-ാം മാസം ആയെന്നറിഞ്ഞാൽ പിന്നെ തലയിലും വെക്കൂല, തറയിലും വെക്കാതെയാണ് നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ദൈവം വെച്ചതാണ്. വേദനയോടെ നിങ്ങൾ എന്ത് ചെയ്യും? മക്കളെ പ്രസവിക്കും. മക്കളെ, നമ്മളെയൊക്കെ പ്രസവിച്ചപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ഒത്തിരി വേദന സഹിച്ചു, ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചു, ഒത്തിരി ബുദ്ധിമുട്ട് സഹിച്ചു. ആമേൻ. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാലോ ഇതൊക്കെ മര്യാദയ്ക്ക് കിടക്കൂ? രാത്രിയും പകലാക്കും, പകലിനെ രാത്രിയാക്കും, ഉറക്കവുമില്ല, അല്ലേ? ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുകയായിരുന്നു, ഈ ടിൻസൊക്കെ ഉള്ളവരുടെ വീട്ടിൽ എങ്ങനെയാ, അല്ലേ? എന്തോ കഷ്ടപ്പാടാ. ഇവിടെ ഉണ്ടല്ലോ. കർത്താവിന് മഹത്വം. എന്തോ കഷ്ടപ്പാടാ. ഒന്നിനെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോകും, അടുത്ത് രണ്ടും കൂടെ മേയ്ക്കാൻ വിടുന്ന പാട്. കർത്താവിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗം വിടുന്നു. ദൈവം ഇതിന്റെ പിന്നിലെല്ലാം വലിയൊരു വാഗ്ദത്തം വെച്ചു. എന്നാ വാഗ്ദത്തം എന്നറിയാമോ? ഹവ്വയോട് പറഞ്ഞു, ഹവ്വേ, നീ ഒറ്റയ്ക്കാണ് ഇന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. എൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നീ ഒറ്റയ്ക്കാണ് ഇറങ്ങിപ്പോകുന്നതെങ്കിലും നീ ഒരു ജനറേഷനായിട്ട് തിരിച്ച് കയറി വരും.
നീ ഒരു ജനറേഷനായിട്ട്, ഒരു വലിയ കൂട്ടമായിട്ട് നിന്നെ ഞാൻ ഇതിൻ്റെ നടുവിൽ നിന്ന്, ഈ ശാപത്തിൻ്റെ നടുവിൽ നിന്ന് തിരിച്ചെടുക്കും. ഒരുവൻ മുഖാന്തരം വീണു പോയെങ്കിൽ ഒരു കൂട്ടമായി നിന്നെ മടക്കിയെടുക്കുന്ന നല്ല കർത്താവ്, ഒരു കൂട്ടമായി നിന്നെ മടക്കിയെടുക്കുന്ന നല്ല കർത്താവ്. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിലും ദൈവത്തിന്റെ കൃപ കാണാം. സ്തോത്രം. മനുഷ്യൻ തെറ്റാണ് ചെയ്തതെങ്കിലും ദൈവം കൃപയാൽ ചില വാഗ്ദത്തങ്ങളെ അവരുടെ മേലിട്ടു. സ്തോത്രം. നമ്മെ നിത്യതയിലേക്ക് തിരികെ കയറ്റാൻ കർത്താവ് സ്നേഹത്തോടെ കരുണയുള്ള പിതാവായി നമ്മെ ചേർത്ത് പിടിക്കുന്ന നമുക്കവിടെ കാണാം. കർത്താവിൻ്റെ കരുണ എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല. നമ്മുടെ കഴിവുകൾക്കപ്പുറം നമ്മെ സ്നേഹിച്ച നല്ല കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നാ വേണം? നമുക്ക് അധികം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. അധികം കൃപ നമ്മുടെ മേൽ പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, ആ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലാ. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണം, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണം, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. അവിടുത്തെ കൃപ അധികമായി നമ്മുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. ആ കർത്താവിന്റെ കരുണ അധികമായി നമ്മുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവര്, നമ്മുടെ പ്രവൃത്തികളൊന്നുമല്ല നമ്മളെ രക്ഷയിലേക്ക് നടത്തിയത്. അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നോക്കൂ. അബ്രഹാം എന്തെങ്കിലും നീതി പ്രവൃത്തികൾ ചെയ്തിട്ടല്ല ദൈവം അവനെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റിയത്. അവനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അവന്റെ അപ്പന്റെ കുടുംബത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു വേർതിരിച്ചു. സ്തോത്രം. വിളിച്ചു വേർതിരിച്ചിട്ട് ദൈവം അവന് വാഗ്ദത്തം കൊടുത്തു. സ്തോത്രം. വാഗ്ദത്തങ്ങളെ നൽകി. എന്നിട്ട് അവനെ മുഴുവൻ നടത്തിയത് മുഴുവൻ ദൈവത്തിന്റെ കൃപയാലായിരുന്നു. സ്തോത്രം. ചാർച്ചക്കാരെ വിടേണ്ടി വന്നു, ബന്ധുക്കളെ വിടേണ്ടി വന്നു, സഹോദര കുടുംബങ്ങളെ വിടേണ്ടി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? ദൈവത്തിന്റെ മുഖത്ത് നോക്കി അപ്പൻ എന്നാ പറയുന്നു അത് നോക്കി അബ്രഹാം യാത്ര ചെയ്യുന്ന നമുക്ക് കാണാം. സ്തോത്രം. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, ആമേൻ, നിർത്തിയതാണ് എന്നെ, നിന്നതല്ല ഞാൻ. സ്തോത്രം. മോശയുടെ ജീവിതത്തിലേക്ക് നോക്ക്. സ്തോത്രം. അവന്റെ സ്വഭാവത്തെ കർത്താവ് 40 വർഷം മരുഭൂമിയിൽ കൊണ്ടിട്ട് അവനെ റെഡിയാക്കി ക്ലിയർ ചെയ്ത് കർത്താവ് അവനെ ചെത്തി മിനുക്കി എടുത്തു. എന്തിനു വേണ്ടിയിട്ട്? കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. അവനെ നിർത്തി, ദൈവം അവനെ ബലപ്പെടുത്തി, അവനിലൂടെ ദൈവം കൃപകളെ ചൊരിഞ്ഞു. കൃപയാ. മോശയോട് ചോദിച്ച മോശ പറയും, എന്റെ കഴിവല്ല, എന്റെ കർമ്മവും പ്രവൃത്തിയും ഒന്നുമല്ല, എന്നോട് കൂടെ നിൽക്കുന്ന യഹോവയുടെ കരമാണ്. ഇസഹാക്കിന്റെ ജീവിതം എടുത്ത് പഠിക്കും. ഇവരെല്ലാം ആശ്രയിച്ചത് ദൈവ കൃപയിലായിരുന്നു. അവരാരും സ്വന്തത്തിൽ പുകഴുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞു. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കാലം വന്നു. അവരെന്ത് ചെയ്തെന്നറിയുമ്പോൾ എഴുതി വെച്ച ചില നിയമങ്ങൾ അവരുണ്ടാക്കി. ആമീൻ. ഒരു യഹൂദനായി തീരണമെങ്കിൽ ഇത്രയും നിയമങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞ് നിയമങ്ങൾ അവരുണ്ടാക്കി വെച്ചു. സ്തോത്രം. കർത്താവിന്റെ മഹത്വം. എന്തോ ചെയ്തു? അവര് കൃപയെ എന്ത് ചെയ്തു? മാറ്റിവെച്ചു. ദൈവ കൃപയെ മാറ്റിവെച്ചു. ദൈവ കരുണയെ മാറ്റിവെച്ചു. ദൈവമുഖം അന്വേഷിക്കാതെയായി. സ്തോത്രം. ഒടുവിൽ തന്നെ അവർക്ക് പറ്റിയേ? കർത്താവ് പറയുന്നത് കൃപയെ തള്ളിക്കളഞ്ഞവൻ കൃപയിൽ നിന്ന് വീണു. ദൈവത്തിന്റെ കരുണയെയും ദൈവം ആശ്രയിക്കാത്തവനെ ദൈവം എന്ത് ചെയ്തു? ഒരു കൊമ്പ് പോലെ ചെത്തിക്കളഞ്ഞു. നമ്മെ എന്ത് ചെയ്തു? അതിൻ്റെ ഇടയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഒട്ടിച്ചു വെച്ചു. അല്ലേ? ഒട്ടിച്ചു ചേർത്തു. സ്തോത്രം. അതിന്റെ പേരാണ് മഹാകൃപ. നമ്മെ അതിൻ്റെ ഒട്ടിച്ചു ചേർത്തതിന്റെ പേരാണ് എന്നാ? മഹാകൃപ. ആ ഒട്ടിച്ചു ചേർക്കലിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ലാസ്റ്റ് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കുറിവാക്യമായിട്ട് വായിച്ചത്. എന്തോ അവിടെ അപ്പോസ്തലൻ പറയുന്നത്? ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപയാണ് നിന്നെ രക്ഷിക്കുന്നതെന്ന് വരുത്താൻ വേണ്ടി ദൈവം യഹൂദനെന്നില്ല, യവനനെന്നില്ല, എല്ലാവരെയും പാപത്തിൽ എന്ത് ചെയ്ത് കളഞ്ഞു? അടച്ചു കളഞ്ഞു. അനുസരണക്കേടിൽ എന്ത് ചെയ്ത് കളഞ്ഞു?
അടച്ചു കളഞ്ഞു. ഇന്ന് പകലിൽ തിരിച്ചറിയണം, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു വഴിയില്ല. ഒരു കർമ്മവും ഇല്ല, ഒരു പ്രവൃത്തിയും ഇല്ല, ആമേൻ, ഒരു നേർച്ചയും ഇല്ല, ഒരു കാഴ്ചയും ഇല്ല. കൃപയാൽ മാത്രമാണ് രക്ഷിക്കപ്പെടുന്നത്. 25 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച് നമുക്ക് നിർത്താം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ഇന്ന് ഇസ്രായേൽ വെട്ടേറ്റ അനുഭവത്തിലാണെങ്കിലും അവർക്കൊരു മടങ്ങി വരവുണ്ട്. അവരെ ദൈവം മടക്കി വരുത്തും. കർത്താവിന്റെ മഹത്വം. അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ അവസാനിച്ചിട്ടില്ല. അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്ന ഒരു ദിവസം വരും. കർത്താവ് അവരുടെ ഇടയിൽ നിന്ന് അഭക്തിയെ മാറ്റും. സ്തോത്രം. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ പറയുകയാണ്, ആമേൻ, 27-ാമത്തെ വാക്യം, ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ഇപ്പോൾ ശത്രുക്കൾ, എന്നാൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം, യഹൂദന്മാരെ കുറിച്ചാണ്, അവർ പ്രിയന്മാരാണ്. 29-ാം വാക്യം, ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. 30-ാമത്തെ വാക്യം, നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവർ ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ പറയുന്നത്. അവരനുസരിക്കാതിരുന്നപ്പോൾ അവരുടെ കാഠിന്യം നിങ്ങൾക്ക് എന്തായി മാറി? കരുണയായിട്ട് മാറി. നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണം. ഇപ്പൊ നിങ്ങൾ എന്ത് അനുഭവിക്കുകയാണ്? കരുണ അനുഭവിക്കുക, അല്ലെ? നമ്മൾ എന്തോ അനുഭവിക്കുക? കരുണ അനുഭവിക്കുക, കൃപ അനുഭവിക്കുക, ദൈവത്തിൽ നിന്നുള്ള ദയ അനുഭവിക്കുക, അല്ലെ? നമ്മളിപ്പോ കരുണയും ദയയും കൃപയും അനുഭവിക്കുന്നവരാ. അതേസമയം യഹൂദന്മാരിപ്പോ എന്തോ അനുഭവിക്കുന്നേ? അവർ കഠിനപ്പെട്ടിരിക്കുക. അവരെന്ത് ചെയ്തിരിക്കുക? കഠിനപ്പെട്ടിരിക്കുക. അടുത്ത അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവരുടെ കഠിനത നിങ്ങൾക്ക് കരുണയ്ക്ക് കാരണമായെങ്കിൽ നിങ്ങൾക്കിപ്പോ കരുണ ലഭിച്ചില്ലേ? അത് കുറച്ച് കഴിയുമ്പോ അവർക്കും കൂടെ ഈ കരുണ പകരും. സ്തോത്രം. ഈ കരുണ എന്ത് ചെയ്യുന്നറിയാമോ? അവർക്കും കൂടെ പകരുന്ന ഒരു ദിവസം വരും. സ്തോത്രം. അന്നെന്ത് ചെയ്യുമെന്നറിയാമോ? അവർ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കുണ്ടാകാനിരിക്കുന്നത്, അവർ രക്ഷിക്കപ്പെടുമ്പോൾ, അവർ തിരിഞ്ഞു വരുമ്പോൾ നിങ്ങളെ ദൈവം കൈവിടുമെന്നല്ല പറഞ്ഞേക്കുന്നേ. അവർ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ നിങ്ങളെ ദൈവം തന്നോടുകൂടെ ചേർത്ത് എന്നേക്ക് പിടിക്കുമെന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായി? അവർ തള്ളിക്കളഞ്ഞപ്പോൾ, അവർ കഠിനത ബാധിച്ചപ്പോൾ ദൈവം നമ്മളോട് എന്ത് ചെയ്തു? കരുണ കാണിച്ചു. സ്തോത്രം. നമ്മളെ തെരഞ്ഞെടുത്തു. യോഗ്യത ഇല്ലാത്ത കുറെ പേര് എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. കർത്താവ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക, നമ്മളെല്ലാവരും റെഡിയാക്കിക്കൊണ്ട് ഇരിക്കുക. സ്തോത്രം. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ജാതികളുടെ സംഖ്യ തികയണം. സ്തോത്രം. ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്, ജാതികളുടെ സംഖ്യ. നമ്മൾ ആരാ? ജാതിയാണോ യഹൂദരാണോ? യഹൂദരായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ, അല്ലേ? അപ്പൊ നമ്മളെല്ലാം ജാതികളാ. അപ്പൊ ഈ ജാതികളുടെ സംഖ്യ, പൂർണ്ണ സംഖ്യ എന്ത് ചെയ്യണം? തികയണം. നമുക്കറിയത്തില്ല എത്രയാണ് സംഖ്യ എന്ന്, പക്ഷെ ദൈവത്തിന്റെ കണക്കിൽ ഒരു ജാതികളുടെ പൂർണ്ണ സംഖ്യ ഉണ്ട്. ഭൂലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ആമേൻ സ്തോത്രം സമൂഹങ്ങളുടെ നടുവിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് ആമേൻ പ്രസംഗിക്കപ്പെടും. ആ പ്രസംഗിക്കപ്പെടുമ്പോൾ അത് കേട്ട് ഒരു വ്യക്തിയെങ്കിലും ആ സ്വർഗരാജ്യത്തിനകത്ത് എല്ലാ ജാതികളിൽ നിന്നും ആളുകൾ എവിടെ കാണും? സ്വർഗരാജ്യത്തിൽ കാണും. സ്തോത്രം. ജാതികളുടെ പൂർണ്ണ സംഖ്യ തികഞ്ഞു കഴിഞ്ഞാൽ അടുത്തെന്താണ് ദൈവത്തിന്റെ പദ്ധതി? യഹൂദന്റെ രക്ഷയുടെ സമയമാകും. സ്തോത്രം. ജാതികളുടെ പൂർണ്ണ സംഖ്യ തികഞ്ഞാൽ യഹൂദൻ രക്ഷിക്കപ്പെടും. യഹൂദൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനോട് കൂടെ ചേർക്കപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. സന്തോഷം ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം. 30-ാമത്തെ വാക്യം, നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ നിങ്ങൾക്ക് കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്കും കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അനുസരിക്കാതെ ഇരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും രക്ഷിക്കപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഏത് വഴി? യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. സ്തോത്രം. എത്ര മനോഹരമായിട്ട് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം വിവരിച്ച് പറയുന്നേ.